ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയാണെങ്കിൽ ഹേമയെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും മാനസയെ ജയിലിൽ നിന്ന് പുറത്തിറക്കണം, എന്നിട്ട് എല്ലാവരോടും പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിന് ഹേമയെ സോപ്പിട്ട് നിന്നാലേ കാര്യം നടക്കുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ തന്നെ പറയുന്നുണ്ട്, എൻ്റെ മകൻ സമ്മതിക്കും മാനസയെ വിവാഹം കഴിക്കാൻ, കാരണം ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ മോൻ അനുസരിക്കാതിരിക്കില്ല എന്നും പറയുന്നുണ്ട്. അത് സുമിത്ര പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഒരു ജയിലിൽ കിടന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആരും സമ്മതിക്കില്ല സുമിത്ര എന്നും പറയുന്നുണ്ട് കേട്ടോ. അതൊന്നുമില്ല, എൻ്റെ മോൾ ഭാഗ്യശ്രീ ദുബായിലാണ്, അവൾ തിരിച്ചു വരട്ടെ, എന്നാൽ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നതാണ്. സുമിത്ര ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. പക്ഷേ അതിന് മുന്നേ നമ്മുടെ മാനസയ്ക്ക് ജാമ്യം കിട്ടണം. അതിന് ജയമോഹൻ സാറിനോട് ഹേമ നന്നായിട്ട് തന്നെ സംസാരിക്കണം. തഞ്ചത്തിലും തരത്തിലും കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിനുള്ള നീക്കങ്ങൾ നടത്തണം എന്നും പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് പേടിയുണ്ട്. ജയമോഹന് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അതൊക്കെ ഹേമ പറയുന്നതിനനുസരിച്ചിരിക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാം നല്ല രീതിയിൽ പറഞ്ഞ് കൊടുത്തിട്ട് സുമിത്ര അങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സാഗർ സാറിൻ്റെ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ ആൻറ്റിയമ്മയോട് ചെന്നിട്ട് നമ്മുടെ സുജു പറയുന്നുണ്ട്, ആൻറ്റിയമ്മ എല്ലാവരും കൺമണിയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കണമെന്നാണ് മീഡിയക്കാർ പറയുന്നത്. എനിക്കതിന് സൗകര്യമില്ല. അവളെക്കുറിച്ച് ഒരു വാക്കെന്നല്ല എത്രയും വാക്ക് ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. അവളുടെ സ്ഥാനത്ത് ഇന്ന് മാനസയല്ലേ അവിടെ ഇരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തൊക്കെ സംസാരിക്കുമായിരുന്നു. ഇപ്പം കൺമണിക്ക് അവളെക്കുറിച്ച് ഒന്നും കേൾക്കണ്ട, ഞാൻ അങ്ങോട്ട് വരികയുമില്ല എന്നും പറയുന്നുണ്ട് സുജു. എന്നാൽ പിന്നെ ആൻറ്റിയമ്മ വരണ്ട, ഞങ്ങൾ പോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. മീഡിയക്കാർ കൺമണിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ തിരക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഈ കുടുംബത്തിലേക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ കാരണവും, അതുപോലെ അരികയിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്, ഇങ്ങനെയൊരു സ്റ്റാഫിനെയാണോ ഇവിടേക്ക് അരികയിലെ മരുമകളാക്കി എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, കൺമണി വെറും ഒരു സ്റ്റാഫല്ല, സൂപ്പർ സ്റ്റാഫാണ്. അവളല്ലെങ്കിൽ അലിക തന്നെയില്ല. പിന്നെ കൺമണിയെ എൻ്റെ മകന് കിട്ടിയത് എൻ്റെ മകൻ്റെ ഭാഗ്യമാണ്, അല്ലാതെ കൺമണിയുടെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മകൻ്റെ ഭാഗ്യമായതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയത്. ഇവളില്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുമില്ല, ഞങ്ങളുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സുജുവിനും സന്തോഷമാവുന്നുണ്ട്. ഇവൾ കാരണമാണ് ഞങ്ങളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നത് പോലും, ഇവൾ ഞങ്ങളുടെ ഒരു ശ്വാസം കൂടിയാണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കൃഷ്ണനോട് സംസാരിക്കുമ്പോഴത്തേനും കൺമണിയെക്കുറിച്ച് പറയും, ഭാവി വധുവല്ലേ, അവളെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കൂ എന്ന് പറയുമ്പോൾ, അവളെക്കുറിച്ച് എന്ത് സംസാരിക്കാനാണ്, എല്ലാം തന്നെ അവളിൽ ഉൾക്കൊള്ളുന്നതാണ്. മാത്രമല്ല ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടും പേരല്ല, ഒരാൾ തന്നെയാണെന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന കൃപയ്ക്ക് നല്ല സന്തോഷമായിരുന്നുണ്ട്. ഏട്ടാ മാസ് ഡയലോഗാണല്ലോ, ഇതൊക്കെ സൂപ്പറായിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാഗറിനെ തന്നെയാണ് കേട്ടോ. സാഗറിന് മീഡിയക്കാർ പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ അലിക ഗ്രൂപ്പിലേക്ക് വരികയാണ്, അവിടെ വെച്ചൊരു ഇൻ്റർവ്യൂ വേണം, കൺമണിയുടെ കൂടെ ജോലി ചെയ്ത സ്റ്റാഫുകളുടെ കുറിച്ചൊക്കെ ഒരു ഇൻ്റർവ്യൂ വേണം തീർച്ചയായും എന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. പിന്നീട് ആൻറ്റിയമ്മ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞോ, എന്തിനാണ് ഇങ്ങനെ ആൻറ്റിയമ്മ ഇങ്ങനെ ചൂടാവുന്നത്? പിന്നെ കൃപയെ നീ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല, ഈ കൂത്താട്ടത്തിനൊന്നും ഞാൻ അന്ന് ചേച്ചിയമ്മ എല്ലാത്തിലും ഇടപെടുന്ന ഒരാളാണല്ലോ. കൺമണിയെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ചേച്ചിയമ്മ എന്തിനാ മാറി നിന്നതെന്ന് സാഗർ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇവളെക്കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല, ഇവളുടെ സ്ഥാനത്ത് മാനസിയല്ലേ വരേണ്ടത്, അവളെക്കുറിച്ചാണെങ്കിൽ ഒരുപാട് സംസാരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളെക്കുറിച്ച് ഇവിടെ ഒന്നും ആർക്കും സംസാരിക്കേണ്ടായെന്നും എന്ന് കൃപ ദേഷ്യത്തോട് പറയുന്നുണ്ട്. ഈ കൃപ നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ, കാരണം ഇത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ നീ ഇടയിൽ കയറി പറയാൻ നിൽക്കണ്ട. പക്ഷേ ചേച്ചിയമ്മയാണല്ലോ ഓരോന്ന് ഏതുണ്ടാക്കാൻ നിൽക്കുന്നത്, അതുകൊണ്ട് ചേച്ചിയമ്മേൻ്റെ വായ അടച്ചു വെക്കാം കേട്ടോ. അങ്ങനെ തന്നെ കൺമണി ഞാൻ പോകട്ടെ എന്ന് പറയുന്നുണ്ട്. കൺമണി അവിടെ നിൽക്ക്, എങ്ങോട്ടാണ് പോകേണ്ടത്, ഒരു കാര്യമില്ല, ചേച്ചിയമ്മ ഇങ്ങനെ പറയും. പിന്നെ ഇടയ്ക്ക് എല്ലാ ഇടയ്ക്ക് കലിപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആൻറ്റിയമ്മ ഓരോന്ന് പറഞ്ഞിരിക്കും, അതൊക്കെ ആ സ്പിരിറ്റിൽ അങ്ങ് എടുത്താൽ മതി എന്ന് പറയുന്നു കേട്ടോ. പിന്നെയും ജയിൽ വെച്ച് സുമിത്രയാണെങ്കിലോ മാനസയെ കാണാനായിട്ട് പോകുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സെറ്റായി. ഹേമയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജയമോഹനെ പറഞ്ഞിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിനക്ക് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് നാളെ തന്നെ അവരെന്തായാലും വരും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. നീ ഇറങ്ങിയ ഉടനെ തന്നെ ബലരാമനുമായിട്ട് നിൻ്റെ വിവാഹം ഞാൻ നടത്തുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ബലരാമൻ കേൾക്കാതിരിക്കില്ല എന്നും പറയുന്നു. എന്നിട്ട് നമ്മുടെ പുതിയ പ്ലാനിങ് ഒക്കെ വർക്കൗട്ട് ആക്കാനുള്ളതാണ് മാനസേ. എന്തായാലും നീ ഒരു കള്ളനാടകം തന്നെ നാളെ കോടതിയിൽ വെച്ച് നടത്തണം, എങ്കിൽ എല്ലാവരും വീഴണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഏറ്റു, ഒരു കള്ളനാടകം ഞാൻ തന്നെ നടത്തും, അതിൽ എല്ലാവരും വീഴും,
എന്ന രീതിയിലൊക്കെ മാനസിയും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ബലരാമനെയും ഭാഗ്യശ്രീയെ കാണിക്കുന്നുണ്ട് കേട്ടോ. പാവം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് എണീക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ വീഴുന്നുണ്ട്. ഏട്ടാ എന്തേ ഈ കാണിക്കുന്നത്? മോളെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഏട്ടനൊന്ന് എണീക്കണ്ടേ? തോന്നില്ല ഏട്ടാ, ചുറ്റും ഗുണ്ടകളാണ്, നമ്മൾ രക്ഷപ്പെടാൻ നോക്കിയാൽ അവർ നമ്മളെ തീർത്ത് കളയുമെന്ന് പറയുന്നു. മോളെ എന്തൊരു ഗതികേടാണ്, നിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഏട്ടന് സങ്കടം വരുന്നു. എന്ത് ചെയ്യാനായിട്ടാ, നമുക്ക് ഇവിടുന്ന് വിട്ടിട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, നമ്മളെ രക്ഷിക്കാനും ആരും വരുന്നതും കാണാനില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ധനലക്ഷ്മിയെ തന്നെ. കൺമണി വരുന്ന സമയത്ത് മോളെ കൺമണി അവിടെ നിൽക്ക്, മോളെ ഒരു മിനിറ്റ് ഞാൻ ഫ്രഷ് ആയിട്ട് വരാം എടുത്തി. ഫ്രഷ് ആവുക വേണ്ട, നീ ഈ ഫ്രഷ് ജ്യൂസ് കൊണ്ട് കുടിച്ച്. പൈനാപ്പിൾ ഇട്ട് ഞാൻ എടുത്തി ഉണ്ടാക്കിയതാണ് നിനക്ക് വേണ്ടിയിട്ടാണ്, നീ കുടിക്കും, നിനക്ക് ഒരുപാട് ക്ഷീണം. ഇങ്ങനെ കല്യാണത്തിന് മുന്നേത്തോട് തുടർന്ന് തന്നെ ഇരിക്കേണ്ടേ. പിന്നെ ഈ ഫ്രൂട്ട് ജ്യൂസൊക്കെ നന്നായിട്ട് തന്നെ കഴിക്കണം, അപ്പോഴാണ് ആ കല്യാണത്തിന് ഒരു ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ഉണ്ടാവുള്ളൂ. ക്ഷീണിച്ചിരുന്നാൽ പറ്റുമോ, നീ അതങ്ങ് കുടിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുന്നു കേട്ടോ. ആ സമയത്ത് അച്ഛനങ്ങ് വരുന്നുണ്ട് കേട്ടോ. എന്താ മോളെ ഇത്? അല്ല ഏട്ടത്തി എനിക്ക് ജ്യൂസ് കൊണ്ടു തന്നതാണ് അച്ഛാ. അതെയോ? എന്തായാലും അവൾ കുടിക്കട്ടെ അച്ഛാ, എനിക്ക് അവളോട് സംസാരിക്കുമ്പോൾ ഒരു സമാധാനമാണ്. മാത്രമല്ല ഇന്നലെ ആ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് അത്രയും സന്തോഷമായി. ക്രിസ്സാറിന് വേറെ പെൺകുട്ടികളെ കിട്ടാഞ്ഞിട്ടാണോ ഇവളെ മതി എന്ന് പറയുന്നത് കേട്ടല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ മോള് എന്തായാലും ഇത് കഴിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വാ, ഇടത്തി ഊണുണ്ടാക്കി തരാം. മോളെ നിൻ്റെ മനസ്സ് ഇത്ര മാറുമെന്ന് അച്ഛൻ വിചാരിച്ചില്ല. അച്ഛാ എനിക്ക് ഒരുപാട് തെറ്റുപറ്റി, എല്ലാത്തിനും ഞാൻ പശ്ചാത്താപിക്കുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് തന്നെയാണ് ഇവരോട് നിങ്ങളുടെ അടുത്തേക്ക് വന്നതും. ഇനി എല്ലാത്തിനും നല്ലൊരു കുട്ടിയായിട്ട് ഞാൻ നിന്നെ ജിൽക്കും. കൺമണിയുടെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും, അച്ഛന് നല്ലൊരു മരുമകളായിട്ടും ഉണ്ടാവും. അച്ഛൻ എന്നെ സ്നേഹിച്ചത് എനിക്കിപ്പം മനസ്സിലായി അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഊണ് കാലാക്കട്ടെ എന്ന് പോകുന്നു. അതിനുശേഷം തന്നെ ധനലക്ഷ്മി ആദ്യം വിചാരിച്ചത് അവളെ നമ്മളെ പാര പണിയാൻ വന്നതാണെന്ന്. പക്ഷേ ഇപ്പം മനസ്സിലായി അവളുടെ മനസ്സിൽ നല്ല സ്നേഹമുണ്ടെന്ന്. അങ്ങനെ വിശ്വസിക്കാൻ വരട്ടെ അച്ഛാ. ഏടത്തിയുടെ ഈ വരവിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏട്ടത്തി തഞ്ചത്തിലും തരത്തിലും നിൽക്കുവാണ്, നമുക്ക് നോക്കാം, ഒരുപാട് അങ്ങ് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. മോഹനോട് ഹേമ സംസാരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ മോൾക്ക് ജാമ്യം കൊടുക്കണം, അവളെ പുറത്തിറക്കണം ജയമോഹൻ, അവളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? എന്നെക്കാളും കാര്യം ജയമോഹനല്ലേ അവൾക്ക്, അവളോട് ഇങ്ങനെ സ്നേഹം കാണിക്കാതിരിക്കല്ലേ. അവളൊന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ആൾ ജയിലിൽ പോയി അവളൊന്ന് കാണാം. ജയമോഹനോട് അവൾക്ക് എന്ത് ഇഷ്ടമാണ്, സ്വന്തം അച്ഛനെ കുറിച്ച് ആര് പറഞ്ഞാലും അവൾക്ക് സഹിക്കില്ലായിരുന്നു. അങ്ങനത്തെ മോളല്ലേ നമ്മുടെ മോള്, പിന്നെ അവൾക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് മാനസയുടെ കുഞ്ഞുനാളിലുള്ള ഉടുപ്പും അതുപോലെ വളകളും സ്ലൈഡും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വരുന്നു. ഇതൊക്കെ അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ജയമോഹൻ സൂക്ഷിക്കാൻ പറഞ്ഞ് ഞാൻ സൂക്ഷിച്ചതാണ്, ഇതൊക്കെ വലുതാകുമ്പോൾ അവൾക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അവളെ നമ്മുടെ കൈ പിടിച്ചല്ലേ അവൾ വളർന്നത്, നമ്മൾക്ക് അവളെ വിട്ട് കളയാൻ സാധിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ ജയമോഹനും മനസ്സലിയുന്നുണ്ട്. അങ്ങനെ ഉടുപ്പ് പിടിച്ച് ജയമോഹനും വിഷമത്തോടുകൂടി നിൽക്കുക. എന്തായാലും മാനസിക ജാമ്യം എടുത്തു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നീട് പുറത്തിറങ്ങി നോക്കുന്ന ഭാഗ്യശ്രീ ആരെയും അവിടെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഏട്ടാ നമുക്കിപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണെന്ന് തോന്നുന്നു, ഏട്ടൻ വായോ എന്ന് പറഞ്ഞ് ബലരാമനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ അവരെ ഇപ്പോൾ രക്ഷപ്പെടുമെന്നറിയില്ല. എന്തായാലും ഭാഗ്യശ്രീ അതിനുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.